പ്രണവ് മോഹൻലാലിനെ ബറോസ് ലൊക്കേഷനിൽ നിന്നും ഇറക്കിവിട്ട് സെക്യൂരിറ്റി. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും ചുമ്മാ തള്ളലാന്ന്. എന്നാൽ അല്ല, സംഭവം ഇങ്ങനെ. മലയാളികളോട് ആരോട് ചോദിച്ചാലും പ്രണവ് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിന്റെ സിംപ്ലിസിറ്റിയെ കുറിച്ച് ആദ്യം പറയും. എന്താണ് പേര്? എവിടെ കണ്ടതുപോലെ. ഇത്രയും വലിയ താരത്തിന്റെ മകനായിട്ട് പോലും സ്ഥിരം ബസ്സിലും ഒന്നോ രണ്ടോ ഡ്രസ് ഇട്ടുകൊണ്ട് യാതൊരു സെലിബ്രിറ്റി ലുക്കും ഇല്ലാതെ നടക്കുന്ന പ്രണവിനെ കണ്ടപ്പോൾ ബറോസ ലൊക്കേഷനിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് പോലും അബദ്ധം പറ്റിപ്പോയി. സ്വാഭാവികം. ലാലേട്ടന്റെ കർശന നിർദ്ദേശം കാരണം ഒരാളെ പോലും ലാലേട്ടന്റെ നിർദ്ദേശമില്ലാതെ ലൊക്കേഷനിലേക്ക് കയറ്റില്ല എന്നതാണ് നിയമം. ഒരു സാധാരണ ഡ്രസ് ഇട്ട് വന്ന ചെക്കൻ എന്റെ അച്ഛൻ ഇവിടെയുണ്ട്, എന്റെ അച്ഛനെ കാണണം എന്ന് പറയും. സെക്യൂരിറ്റി കരുതി ഏതോ ഒരു ക്രൂ മെമ്പറിന്റെ മകനായിരിക്കും എന്ന്. എന്നാൽ കർശനമായും സെക്യൂരിറ്റി കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ താൻ വന്ന ടാക്സിയുടെ അടുത്ത് പോലും പോകാതെ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ സെക്യൂരിറ്റി അകത്തുപോയി ഇങ്ങനെ ഒരു പയ്യൻ അച്ഛനെ തിരക്കി വന്നിട്ടുണ്ട് എന്ന് പറയുകയും താൻ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നും പറയുകയുണ്ടായി. ഇത് നേരിട്ട് കണ്ട സംവിധായകൻ അനീഷ് ഉപാസന ഒന്നും കൂടി താൻ കണ്ട കാഴ്ച പറയുകയുണ്ടായി. അത് ഇങ്ങനെ: പക്ഷേ വണ്ടി ഇറങ്ങുന്നില്ല, പുള്ളി തിരിച്ചു പോകണില്ല, സാറൊന്ന് വരും. ആ സെക്യൂരിറ്റി പുതിയ അപ്പൊ ഞാൻ പോയി ഇപ്പൊ പ്രണവാണ് ഇരിക്കുന്നത്. ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി പറഞ്ഞിട്ട് ഞാൻ ലാൽസാന്റെ മകനാണ്. ഇത് നേരിട്ട് കണ്ട അനീഷ് ഉപാസന താൻ ഒന്നും കൂടി പറയുകയുണ്ടായി. അത് ഇങ്ങനെ: ഞാൻ നോക്കുമ്പോൾ പ്രൊഡക്ഷന്റെ ഫുഡ് ഒരു ടേബിൾ വെച്ചിട്ടാണ് കൊടുക്കുക. ആ ക്യൂവിലുണ്ട്, അപ്പു കയറി നിൽക്കും, മീൻസ് പ്രണവ് കയറിയിട്ട് ക്യൂവിൽ നിൽക്കുക. അപ്പൊ ഞാൻ ആരോട് പറഞ്ഞു ഫുഡ് കൊടുക്കാൻ ഞാൻ അങ്ങനെ കാണിച്ചു. പുള്ളി അവിടെ നിന്നിട്ടേ മേടിക്കുള്ളൂ. അവിടെ നിന്ന് ആ ക്യൂവിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്തു. പ്രണവിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ.